കാൽമുട്ടിന് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. ശരിയല്ല ഞാൻ പറഞ്ഞത്? എഡ്വിൻ അവളുടെ അടുത്ത് ചെന്ന് ഗൗരവത്തോടെ ചോദിച്ചു. അതെ, എനിക്ക് ചെറിയ വേദനയുണ്ട്, മേഘ പറഞ്ഞു. അനുഭവ സമ്പത്ത് കൊണ്ട് എഡ്വിൻ കൃത്യമായി ഊഹിച്ചു പറഞ്ഞത് ചുറ്റുമുള്ള എല്ലാവരെയും നിശബ്ദരാക്കി. മേഘ, നീ പുതിയ വിദ്യാർത്ഥിയാണ്. നിനക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. കാലിന് വേദനയില്ലാതെ തന്നെ നല്ല റിസൾട്ട് നിനക്ക് ലഭിക്കും. എഡ്വിൻ ചില ഉപദേശങ്ങൾ നൽകി. ശരി സാർ, ഞാൻ ശ്രമിച്ചു നോക്കാം എന്നു പറഞ്ഞുകൊണ്ട് തന്റെ ഒരു കാല് ഒരു പടി മുന്നിലും മറ്റേ കാല് പിന്നിലും വെച്ച് ശരീരം വളച്ച് കൈകൾ ചുഴറ്റി തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആഞ്ഞു വീശിയതും നക്ഷത്ര വെളിച്ചം നല്ല ശക്തിയോടെ ശിലാസ്തംഭത്തിൽ ചെന്ന് പതിഞ്ഞ് ആഞ്ഞു കുലുങ്ങി. ഇത്തവണ മാജിക് സ്ക്രീനിൽ 63 എന്ന നമ്പറാണ് പ്രത്യക്ഷപ്പെട്ടത്. മുമ്പത്തേതിനേക്കാൾ 10 പോയിന്റ് കൂടുതൽ. ഒരു ചെറിയ മാർഗനിർദ്ദേശത്തിലൂടെ എഡ്വിന് ഒരു വിദ്യാർത്ഥിയുടെ പ്രകടനം 20% വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നത് അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും അമ്പരിപ്പിച്ചു. തന്റെ ടിപ്പ് ഫലം കണ്ടതിൽ എഡ്വിൻ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. ഇനി ചേതന്റെ അവസരമാണ്. അവൻ എഡ്വിനെ നോക്കിയതും എഡ്വിൻ ഋഷി എന്നുറക്കെ വിളിച്ചു. എഡ്വിന്റെ വിദ്യാർത്ഥികളിൽ ഏറ്റവും മികച്ചവനാണ് ഋഷി. നീ അവന്റെ അടുത്ത് പോ, എഡ്വിൻ പറഞ്ഞു. സാർ, ഞാനോ? വേറെ ആരെങ്കിലും അയച്ചൂടെ? അവൻ നിസ്സംഗതയോടെ പറഞ്ഞു. നീ ധൈര്യമായിങ്ങുവാ, നിന്നെ ഞാൻ ഗൈഡ്. ഇരുവരുടെയും സംസാരം കേട്ട ചേതൻ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഋഷി എന്റെ മിടുക്കനായ ഒരു ശിഷ്യനാണ്. അവനിലൊരു തെറ്റ് കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കില്ല. ചേതനെ പരിഹാസത്തോടെ നോക്കി ചിരിച്ചുകൊണ്ട് എഡ്വിൻ പറഞ്ഞു. ഞാനും ഒരു ടീച്ചറാണ്. ഇവൻ കാണിക്കാൻ പോകുന്ന വിദ്യ കണ്ടിട്ട് ഞാൻ പറയാ മിടുക്കനാണോ ലൊടുക്കനാണോന്ന്. വെറുതെ പൊങ്ങച്ചം പറഞ്ഞ ആളാവാൻ നോക്കല്ലേ. ധിക്കാരത്തോടെ ചേതൻ പറഞ്ഞെങ്കിലും നിർവചിക്കാനാവാത്ത ഒരു ഭയം മനസ്സിനുള്ളിൽ കടന്നു വരുന്നത് അവൻ അറിഞ്ഞു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ താൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്നവൻ അറിയാമായിരുന്നു. ചേതൻ, നിനക്ക് എന്ത് വേണേലും പറയാം, പക്ഷെ നീ പറയുന്നത് അവൻ കേട്ടാ മാത്രമാണ് നിനക്ക് വിലയുണ്ടാവുക, ഓർത്തോ. എഡ്വിൻ വീണ്ടും ചേതൻ അപമാനിച്ചു. എഡ്വിൻ, നിന്റെ ഈ സംസാരം അതാണ് എനിക്ക് സഹിക്കാൻ പറ്റത്. ഞാൻ എനിക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കും. കേൾക്കണോ വേണ്ടോ എന്നുള്ളത് ആ വിദ്യാർത്ഥിക്ക് ഇഷ്ടമാണ്. അതിന് നീ എന്തിനാണ് ഈ വാചകം അടിക്കുന്നത്? ചേതൻ അവനെ നോക്കി ദേഷ്യത്തോടെ